ചാർലി ഈസ് എ മലയാളം റൊമാൻറ്റിക് ഡ്രാമ ഫിലിം ഡയറക്റ്റഡ് ബൈ മാർട്ടിൻ പ്രക്കാട്ട്, സ്റ്റാറിംഗ് ദുൽഖർ സൽമാൻ ആസ് ചാർലി ആൻഡ് പാർവതി തിരുവോത്ത് ആസ് ടെസ്സ. ചാർലി എന്നത് ഒരു മലയാളം റൊമാൻറ്റിക് സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ മാർട്ടിൻ പ്രക്കാട്ടാണ് സംവിധാനം ചെയ്തത്. സ്റ്റാറിംഗ് അതിൽ നടന്മാരായിട്ടുള്ളത് ദുൽഖർ സൽമാൻ ആസ് ചാർലി ആൻഡ് പാർവതി തിരുവോത്ത് ആസ് ടെസ്സ. സ്റ്റാറിംഗ് മീൻസ് നടന്മാരും നടിമാരും ആർക്കും പറയാം സ്റ്റാർ ആയിട്ടുള്ളത്. The story begins when Tessa, a free spirited graphic artist, ഈ കഥ തുടങ്ങുന്നത് ടെസ്സ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റാണ്, ഗ്രാഫിക് ഡിസൈനറായിരിക്കും. റൺസ് അവേ ഫ്രം ഹോം, അവർ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ടു അവോയ്ഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്, ഒരു നേരത്തെ തീരുമാനിച്ച ഒരു കല്യാണം അറേഞ്ച്ഡ് മാരേജ് ഒഴിവാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഷീ റെൻസ് എ സ്മാൾ റൂം, അവൾ അങ്ങനെ ഒളിച്ചോടിയിട്ടൊരു റൂം റെൻറ്റിന് എടുക്കുകയാണ്, വാടക താമസിക്കുകയാണ്. ആൻഡ് ഡിസ്കവേഴ്സ്, അവൾ കണ്ടെത്തുന്നു ദാറ്റ് ദ പ്രീവിയസ് ടെനൻറ്റ് വാസ് എ മിസ്റ്റീരിയസ് മാൻ നെയ്മഡ് ചാർലി. അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വാടകക്കാരൻ വാസ് എ മിസ്റ്റീരിയസ് മാൻ, അയാൾ ഒരു ഭയങ്കര നിഗൂഢമായൊരു മനുഷ്യനാണ്, നെയ്മഡ് ചാർലി എന്ന് പേരുള്ള. ഷീ ഫൈൻസ് ഹിസ് ബിലോങ്ങിങ്സ്, അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അവൾ കണ്ടെത്തുകയാണ്. ഇൻക്ലൂഡിങ് എ സ്കെച്ച് ബുക്ക് ഫിൽഡ് വിത്ത് ഡ്രോയിങ്സ്, ഒരുപാട് ചിത്രവരകളൊക്കെ ഉള്ള ഒരു സ്കെച്ച് ബുക്കും കിട്ടി. ദാറ്റ് ഹിൻഡ് അറ്റ് ഹിസ് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ പീപ്പിൾ ഹീസ് മെറ്റ്. ആ ഒരു സ്കെച്ച് ബുക്ക് അദ്ദേഹത്തിൻ്റെ സാഹസികതകളും അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ചൊക്കെ ചില സൂചനകൾ കൊടുക്കുന്നു. ഇൻട്രിഗ്ഡ് ബൈ ഹിസ് ലവ്ലി ആൻഡ് അൺകൺവെൻഷണൽ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണവും വളരെ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പഴയ ട്രഡീഷണൽ എന്നാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് നൂതനവുമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ആകർഷിച്ചുകൊണ്ട്, ഇൻട്രിഗ് എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, അതിൽ താല്പര്യമായിക്കൊണ്ട് ടെസ്സ സെറ്റ്സ് ഔട്ട് ഓൺ എ ജേർണി ടു ഫൈൻഡ് ഹിം. ടെസ്സ അവളെ കണ്ടെത്താൻ വേണ്ടി ഒരു യാത്ര പുറപ്പെടുകയാണ്. എലോങ് ദ വേ, ആ ഒരു യാത്രയിൽ ഷീ മീറ്റ്സ് വേരിയസ് പീപ്പിൾ, ഒരുപാട് ആളുകൾ അവൾ കണ്ടുമുട്ടുന്നുണ്ട്. ഹൂസ് ലൈവ്സ് ചാർലി ഹാസ് ടച്ച്ഡ്, അവരുടെയൊക്കെ ജീവിതങ്ങളെ ചാർലി സ്പർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചാർലി സ്പർശിച്ച ജീവിതങ്ങളെ, എന്നാൽ ചാർലിയെ പരിചയപ്പെട്ട ആളുകളെ. ഫ്രം എ തീഫ് ടു ആൻ ഓൾഡ് വുമൺ ടു എ വെഡ്ഡിങ് പ്ലാനർ, ഒരു കള്ളൻ മുതൽ ഒരു പ്രായമായ സ്ത്രീ മുതൽ ഒരു ബ്രോക്കർ വരെ, വെഡ്ഡിങ് പ്ലാനർ എന്ന് പറഞ്ഞാൽ കല്യാണം പ്ലാൻ ചെയ്യുന്ന ആൾ. ഈച്ച് ഓഫ് ദം, അവരുടെ ഓരോരുത്തരും ഡിസ്ക്രൈബ്സ്, വിവരിക്കുന്നു ഹിം, ചാർലിയെക്കുറിച്ച്, ആസ് എ കൈൻഡ് ഹേർട്ടഡ് വാണ്ടറർ, നല്ല ലോല ഹൃദയനായ ഉദാര മനസ്സുള്ള ഒരു സഞ്ചാരി. ഹൂ സ്പ്രെഡ്സ് ജോയ് വേർ എവർ ഹീ ഗോസ്, എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ സന്തോഷം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സഞ്ചാരി, അല്ലെങ്കിൽ ഒരു നാടോടി. വാണ്ടറർ എന്ന് പറഞ്ഞാൽ നാടോടി. ആസ് ടെസ്സ ഫോളോസ് ഹിസ് ട്രെയിൽ, അങ്ങനെ ടെസ്സ അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകളൊക്കെ എന്തൊക്കെയാണ് പിന്തുടരുകയാണ്. ഷീ ബിഗിൻസ് ടു ഫാൾ ഇൻ ലവ് വിത്ത് ദിസ് അൺസീൻ മാൻ ആൻഡ് ഹിസ് വേ ഓഫ് ലൈഫ്, അങ്ങനെ ഈ കാണാത്ത ഇയാളോട് എന്താവാണ് ഈ ടെസ്സ പ്രണയത്തിലാവുകയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയോടും. ഇവഞ്ച്വലി, അങ്ങനെ ക്രമേണ ഫെയ്റ്റ് ബ്രിങ്സ് ദം ടുഗെദർ അറ്റ് എ ഫെസ്റ്റിവൽ, ഒരു ഫെസ്റ്റിവലിൽ വിധി ഇവരെ രണ്ടാളെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിക്കുന്നു, അല്ലെ ഒരു രണ്ടാൾ ഇവർ കണ്ടുമുട്ടുന്നു. ആൻഡ് ഷീ റിയലൈസസ്, അങ്ങനെ അവൾ തിരിച്ചറിയുന്നു ദാറ്റ് ചാർലി ഹാസ് ബീൻ ഈക്വലി ക്യൂരിയസ് എബൌട്ട് ഹെർ, ചാർലിയും ഇവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൾ തിരിച്ചറിയുന്നു. പിന്നെ ഇതിൻ്റെ ഒരു തീം ആൻഡ് ടോൺ, ചാർലി ഈസ് നോട്ട് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി, ഇത് കേവലം ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി അല്ല. ഇറ്റ്സ് മോർ അബൌട്ട് ഫ്രീഡം, ഇത് കൂടുതൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കൈൻഡ്നസ് ദയയെക്കുറിച്ചും, ആൻഡ് ലിവിങ് ലൈഫ് വിതൗട്ട് ബൗണ്ടറീസ്, പരിധികളില്ലാത്ത നിയന്ത്രണങ്ങളില്ലാത്ത ഒരു ജീവിത രീതിയെക്കുറിച്ചും. ഇറ്റ് സെലിബ്രേറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് സ്മാൾ മൊമെൻറ്റ്സ്, ചെറിയ കുഞ്ഞു നിമിഷങ്ങളുടെ ഭംഗിയെ, അത് സൗന്ദര്യത്തെ അത് എടുത്തു കാണിക്കുന്നു, ആഘോഷിക്കുന്നു. കമ്പാഷൻ, അതുപോലുള്ള അനുകമ്പ, ആൻഡ് ദ ഹ്യൂമൻ കണക്ഷൻ, മനുഷ്യബന്ധങ്ങളും. ഓക്കെ.